കമൽനാഥ് താമരക്കുമ്പിളിലേക്ക് ചാഞ്ഞാൽ കോൺഗ്രസിന് മാത്രമല്ല വ്യക്തിപരമായി നെഹ്റു കുടുംബത്തിന് കനത്ത തിരിച്ചടിയാകും അത്. പതിറ്റാണ്ടുകളായുള്ള ഇഴയെടുപ്പ്. ആരാണ് കമൽനാഥ്? നോക്കാം. 80കളിലെ കോൺഗ്രസിന്റെ യുവതുർക്കി, ഡൂൺ സ്കൂൾ മുതൽ സഞ്ജയ് ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധം, 84ലെ സിഖ് കൂട്ടക്കൊലയിൽ ആരോപണ വിധേയൻ. കമൽനാഥ് എക്കാലവും നെഹ്റു കുടുംബത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. മധ്യപ്രദേശിൽ അർജുൻ സിംഗിനും ദിഗ്വിജയ് സിംഗിനുമെതിരെ ഹൈക്കമാൻഡിന്റെ തുറുപ്പുചീട്ട്. 9 തവണയാണ് മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ നിന്ന് കമൽനാഥ് ലോക്സഭയിലെത്തിയത്. നഗരവികസനം മുതൽ വാണിജ്യം വരെ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത് മന്ത്രിയായി. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന ഫണ്ട് കളക്ടറായി. ഒടുവിൽ മധ്യപ്രദേശിൽ 15 മാസക്കാലം മുഖ്യമന്ത്രിയുമായി. അടുത്ത സുഹൃത്തായിരുന്ന മാധവ് റാവു സിന്ധ്യയുടെ മകൻ പാലം വലിച്ചപ്പോൾ കമൽനാഥിന്റെ മുഖ്യമന്ത്രി കസേര തെറിച്ചു. ആ കസേര തിരിച്ചു പിടിക്കാനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമൽനാഥ് കളം നിറഞ്ഞു കളിച്ചു. BJPയേക്കാൾ വലിയ ഹിന്ദുത്വവാദിയായി, മോദിയേക്കാൾ വലിയ രാമഭക്തനുമായി. കമൽ അല്ല കമൽനാഥാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. പക്ഷേ ജനം അതൊന്നും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ സംസ്ഥാന അധ്യക്ഷ പദവിയും വെച്ചൊഴിയേണ്ടി വന്നു. ഇനിയെന്ത് എന്ന കാര്യത്തിൽ കമൽനാഥ് മനസ്സ് തുറന്നിട്ടില്ല. വാതിൽ തുറന്നിട്ട് നിൽക്കുന്ന BJP നേതൃത്വത്തോട് സമ്മതം അറിയിച്ചിട്ടുമില്ല. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നൊരു സൂചനയുണ്ട്. പക്ഷേ അതിന് ഹൈക്കമാൻഡ് സമ്മതം മൂളണം. ഇനിയിപ്പോൾ സംസ്ഥാനത്ത് പുതിയൊരു നേതൃത്വം വരട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ കമൽനാഥിന്റെ കൂറുമാറ്റം വൈകാനിടയില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.